മാങ്ങാച്ചാർ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയും പച്ചമാങ്ങ ആയിട്ടോ എടുത്തിട്ടുള്ളത്. ഇത് അരിഞ്ഞെടുത്ത് വന്നപ്പോൾ 750 ഗ്രാം ആയിട്ടുണ്ടായത്. ഇത് നമ്മൾ അച്ചാറിട്ട് വരുമ്പോഴേക്ക് 1 കിലോയുടെ അടുത്ത് അച്ചാറുണ്ടാവും. അപ്പോൾ അതായത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഓവർനൈറ്റ് രാത്രിയാണ് ഇത് വെക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കും. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും 1/2 ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്തിട്ട് ഒരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ചെറിയ തീയിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. വറുത്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതാ ഉലുവയും കടുകും ഞാനിവിടെ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 1/4 കപ്പ് എള്ളെണ്ണയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ എള്ളെണ്ണ ഒരു 2 ടേബിൾ സ്പൂണുകളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി എന്ത് ചെയ്തു, 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ യൂസ് ചെയ്തു. ഇത് വെളിച്ചെണ്ണയിലും റെഡിയാക്കി എടുക്കാം. കൂടുതൽ കാലം കേടാവാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എള്ളെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം കേട്ടോ. ഇതിപ്പോൾ 2 എണ്ണ മിക്സ് ആയതുകൊണ്ട് തന്നെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഇതാ ഒരു 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്തൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതാണ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടി ഇട്ട് വരുമ്പോൾ അത് റെഡി ആയിക്കോളും. പിന്നെ അതിലേക്ക് 3-4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. ഈ ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും ഒക്കെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇതാ ഈ ഒരു രീതിയിൽ മൊരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ കാശ്മീരിയും നോർമൽ മുളക് പൊടി മിക്സ് ആയിട്ടുള്ള പൊടിയാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കളറും ഉണ്ടാവും എരിവും ഉണ്ടാവും. ഒരുപാട് എരിവ് കൂടുകയില്ല അതങ്ങനെ ചേർത്ത് കൊടുത്താൽ. അപ്പോൾ 4 ടേബിൾ സ്പൂണ്, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, പിന്നെ നമ്മൾ ഉലുവയും കടുകും പൊടിച്ചെടുത്തില്ലേ അതിൽ നിന്ന് ഒരു കുറച്ചവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണേ. ചെറിയ തീയിലിട്ട് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. വെള്ളമൊക്കെ ചേർത്താൽ ഇത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. അപ്പോൾ ഇതിങ്ങനെ വിനാഗിരിയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുള്ള മാങ്ങ ആ വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ച് കൂടെ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ 1 ടേബിൾ സ്പൂൺ അല്ലേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങ ചേർത്ത ശേഷം ഒരുപാട് സമയത്ത് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. മാങ്ങ വെന്ത് പോവരുത്. പിന്നെ അതിലേക്ക് നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള ഉലുവയും കടുകും പൊടിച്ചതുണ്ടായിരുന്നില്ലേ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കൂടെ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ലാസ്റ്റ് ഒരു ടേസ്റ്റ് ബാലൻസ് ആയി കിട്ടാനും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ നിർബന്ധമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണേ. അതുകൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി. പിന്നീട് ഫ്ലെയിം പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്യുക. ഒരുപാട് സമയം ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കരുത്. അതിനുശേഷം തണുത്ത് കഴിഞ്ഞാൽ ഇതാ ഈ രീതിയിൽ നന്നായിട്ട് തന്നെ മാങ്ങാച്ചാർ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് ബോട്ടിലാക്കിയിട്ട് എടുക്കാം. ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് നമുക്കിത് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു അളവ് വെച്ചിട്ട് നമ്മൾ മാങ്ങാച്ചാർ റെഡിയാക്കി എടുക്കുമ്പോൾ ഏകദേശം 1 കിലോയുടെ അടുത്ത് മാങ്ങാച്ചാർ നമുക്ക് കിട്ടുമേ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്